നമ്മൾ വൈകിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞു, പൂജാമുറിയിൽ വിളക്ക് വെച്ചു, നാമജപമൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്, ഒരു അന്തം ഇല്ലാതെ ഇരിക്കുകയാണ്. പുറത്ത് നല്ല മഴയല്ലേ, ഭയങ്കര ഇരുട്ട് വെച്ചിട്ടുള്ള മഴയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പിന്നെ വേഗം ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ. 4 മണിക്ക് ചോറൊക്കെ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും കറി വെക്കണം. അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പിന് വേഗം ഉള്ളിയൊക്കെ അമ്മയെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചു. ഉള്ളി കട്ട് ചെയ്ത് തന്നു, പിന്നെ തക്കാളി പച്ചമുളകൊക്കെ വെട്ടിയിട്ട് നമ്മൾ പഴയ സ്കൂൾ കാലഘട്ടം ഉണ്ടല്ലോ ഉള്ളിക്കറി, അത് ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തണുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതൊന്നുകൂടെ ചൂടാക്കി ചെമ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിക്കറിയൊക്കെ റെഡിയായി വന്നപ്പോൾ ഇനിയിപ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും വേണം. സാധാരണ ഒരു കറി വെച്ചാൽ ഇവിടെ വേറെ അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട, തൈര് എന്തെങ്കിലും കൂട്ടി കഴിക്കും. പക്ഷേ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പിന്നെ ഈ വെണ്ടയ്ക്ക വെറുതെ ഇരുന്ന് കേട് വരുള്ളൂ എന്ന് വെച്ചാൽ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. വേറെ ഒന്നുമില്ല, കടുകൊന്നും പൊടിച്ചിട്ടില്ല, മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി. ഇടയ്ക്ക് ഞാൻ കുടിക്കുന്ന ചായയല്ല കേട്ടോ, മരുന്നാണ് കേട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അമ്മ അതാ സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 11 മണി വരെ ബിഗ് ബോസ് ലാസ്റ്റ് കണ്ട് കഴിഞ്ഞിട്ട് അമ്മ ഇറങ്ങുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ.